ഹലോ ഗൈസ്, അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. നമ്മുടെ മുംബൈയിൽ കുറച്ച് 2 ദിവസം നിൽക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ മുംബൈയിൽ നിന്ന് ഇറക്കി തീർന്നപ്പോൾ തന്നെ നമുക്ക് അടുത്ത ലോഡ് കിട്ടിയായിരുന്നു. മുംബൈയിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂരാണ് കിട്ടിയത്. അങ്ങനെ കല്യാണിനാണ് ലോൺ എടുക്കാൻ പോണത്. അങ്ങനെ ലോഡ് എടുക്കാനായിട്ട് നമ്മുടെ ഗോഡൗണിൻ്റെ ആമസോണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അൺലോഡ് ചെയ്യുന്നതും ലോഡ് ചെയ്യുന്നതും രണ്ടും 2 സ്ഥലത്തു നിന്നായിരിക്കും. അങ്ങനെ നമ്മൾ ലോഡ് എടുക്കാനായിട്ട് മുംബൈയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലോഡ് എടുക്കാനൊക്കെ വണ്ടി അവിടെ ഡോക്കിൽ പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ കടിയും ചായയൊക്കെ ഉണ്ടായിരുന്നു. നല്ല വ്യൂ ഉണ്ട്. സൈഡിൽ മൊത്തം മലകളാണ്. അങ്ങനെ അവിടെയൊക്കെ ഇറങ്ങി ഒന്ന് കണ്ട് നടന്ന് മുന്തിരി തൻ്റെ ഇവിടെയൊക്കെ നടപ്പുണ്ട്. ഫുഡും പഴമൊക്കെ കണ്ടൊക്കെ പാർട്സിലൊക്കെ മേടിച്ച് അങ്ങനെ ലോഡ് എടുക്കാനായിട്ട് നമ്മളവൻ്റെ വണ്ടി കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് ലോഡായി. അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ലോഡായി ഇറങ്ങാൻ പോകും. ലോഡായിട്ട് അങ്ങനെ സെക്യൂരിറ്റി അടുത്ത് വന്ന് സെക്യൂരിറ്റി ലോക്കൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് ഇവിടെ ഒരു ഗേറ്റേ ഉള്ളൂ. പെട്ടെന്നായിരുന്നു. ഇവിടെയും പെട്ടെന്ന് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് മുംബൈയിൽ നിന്ന് ബാംഗ്ലൂർ ഒരു 1050 കിലോമീറ്ററാണ് ഉള്ളത്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മെയിൻ സിറ്റി കൂടെയൊക്കെയാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റി ഫൈനൊക്കെ കിട്ടി. കുറച്ച് രൂപ ഫൈനൊക്കെ കിട്ടി. സിറ്റിക്കകത്തൂടെ കല്യാണിയിൽ നിന്നൊക്കെ നമ്മൾ വന്നത്. ഇവിടെ നേരെ നമ്മൾ ചെന്ന് കയറുന്നത് എക്സ്പ്രസ് ഹൈവേ അല്ല, മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ കയറി അങ്ങനെയാണ് നമ്മൾ വരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർവീസ് റോഡ് കിട്ടുന്നുണ്ട്. നല്ല പണി നടക്കുന്നുണ്ട്. നമ്മൾ വേണ്ട അങ്ങ് മലകളും കെട്ടിടങ്ങളെല്ലാം കാണാം. അതിൻ്റെ ദൂരെ ഇത് എക്സ്പ്രസ് ഹൈവേ ആണ്. നമ്മളിനിയിപ്പോൾ ചുരമൊക്കെ കയറാറുണ്ട്. 120 കിലോമീറ്റർ ചുരം. സൈഡിൽ കായൽ, കെട്ടിടങ്ങൾ എല്ലാം കാണാം. ഒരു സൈഡ് ഫുള്ള് മുമ്പേ ഇതിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ്. അതായത് നമ്മൾ കല്യാൺ, പൻവേലി ആ റൂട്ടാണ് നമ്മൾ പോകുന്നത്. അതെ, മുംബൈ മെട്രോ പോണത് നമുക്ക് കാണാനായിട്ട് കിട്ടും. പിന്നെ ഇതെല്ലാം നല്ല കയറ്റമുള്ളതാണ്. ഫ്രണ്ട് 2 ലോറി പോകുന്നുണ്ട്. ചുരമാണ്. സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ബിൽഡിങ്ങുകൾ, ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ഇതെല്ലാം ഇഷ്ടംപോലെ കാണാൻ പറ്റും. നമ്മൾ മുംബൈയിൽ നിന്ന് പൂനെയിലോട്ട് വരുന്ന വഴിക്ക് പുതിയതായിട്ട് പണിയുന്ന ബിൽഡിങ്ങാണിത്. കളർ കൊള്ളാം. എനിക്ക് പെയിൻ്റ് അടിച്ചിരിക്കുന്ന കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മൊത്തത്തിൽ ഇങ്ങനെ ആയിട്ട് നിൽക്കുമ്പോൾ എന്തായാലും അത് കൊള്ളാം. ഇനി നമ്മളങ്ങനെ കുറേ ടണലുകളൊക്കെ ഉണ്ട്. ടണലുകൾ കയറി ഇറങ്ങാൻ കുറേ ഉണ്ട് ഇറങ്ങാനായിട്ട്. നമ്മളിങ്ങനെ ആദ്യത്തെ ടണലാണ് നമുക്ക് കിട്ടിയത്. ഇത് ടോള് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വരുമ്പോൾ നമുക്ക് വീണ്ടും റൈറ്റ് സൈഡിൽ പുതിയ ടണൽ കാണാം. മണ്ടയിലോട്ട് ഇത് നമ്മൾ കയറുമ്പോഴാണ്. ഇത് ഹെയർപിന്നാണ്. ഹെയർപിന്ന് കയറി അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് ഇടയ സൈഡിലായിട്ട് ഫുള്ള് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ ഇങ്ങനെ താഴെ നിൽക്കുന്ന കാണാനായിട്ട്. നല്ല തേരിയ ഹൈറ്റൊക്കെ നല്ല തേരിയാണ്. ഹെയർപിന്നൊക്കെ ഉണ്ട്. ഒക്കെയാണ് താഴെ. അങ്ങനെ കേസ് നമ്മൾ ഏകദേശം പൂനെയൊക്കെ എത്താറായിരിക്കുകയാണ്. പൂനെ എത്താറാവുന്നു. കുറച്ചും കൂടി ഉണ്ട് പൂനെക്ക്. നമ്മൾ അവിടെ ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ വണ്ടി എടുത്തവിടുന്നത്. ഇത് കാണുന്നുണ്ട് പൂനെയുടെ സിറ്റിയാണ്. ഇതാണ് ഇത് കാണുന്നത്. ഒരു സൈഡ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ സിറ്റി ടച്ച് ചെയ്യാതെയാണ് പോകുന്നത്.
ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ ബിൽഡിങ്ങുകൾ നിൽക്കുന്നത് കാണാൻ മൊത്തത്തിലായിട്ട്. അങ്ങനെ കേസ് അങ്ങനെ രാവിലെ ആയിരിക്കുകയാണ്. നമ്മൾ പിന്നെ കുറച്ച് നേരം വീഡിയോ ഒന്നും എടുത്തില്ല. രാത്രി പിന്നെ ഒരാൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഇന്ന് കാണുന്നത് പോലെ നമ്മൾ ഇന്ന് സൂര്യനെ രാവിലെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ബോർഡറൊക്കെ എത്താറായിരിക്കുകയാണ്. നല്ല പണിയൊക്കെ നടക്കുന്നുണ്ട് റോഡിൽ. പിന്നെ കർണാടക ബോർഡർ എത്താനായിട്ട് ഇനി തോനെ ദൂരമൊന്നുമില്ല. ഏകദേശം നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കേസ് നമ്മളിങ്ങനെ ചെറുക്കനായിട്ട് ഒതുക്കി നമ്മളും അങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. നമുക്ക് കാപ്പി കുടിക്കാനായിട്ട് നമ്മൾ കാപ്പിയൊന്നും കുടിച്ചില്ല രാവിലെ. കാപ്പി കുടിക്കാനായിട്ട് നമ്മൾ കർണാടക ബോർഡർ കയറി കുറച്ച് ഓടിയിട്ട് നമ്മൾ ഒതുക്കിയിരിക്കുകയാണ്. അങ്ങനെ കടയിൽ പൂരിയുണ്ട്. പൂരിയാണ് നമ്മൾ കഴിച്ചത്. മുന്തിറിനേണ്ട പൂരിയും വടയൊക്കെ ആയിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പൂരിയും വടയും. പിന്നെ മുന്തിരി വളരെ വളരെ ഹാപ്പിയാണ്. റൊട്ടിയും ദാലും കഴിച്ച് മുന്തിരി മടുത്ത്. ഇങ്ങനെ പൂരി കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ്. ഇങ്ങോട്ടൊക്കെ വന്നാലേ പൂരി, ഇഡ്ഡലി, റൈസൊക്കെ കിട്ടും. അങ്ങോട്ട് കിട്ടും, എന്നാലും അവിടെ കൂടുതലും റൊട്ടിയും ദാലൊക്കെ ആയിക്കൊണ്ട് ഒരു ഇതില്ലായിരുന്നു. വളരെ വളരെ സന്തോഷത്തോടെയാണ് ആസ്വദിച്ചാണ് കഴിക്കുന്നത് മുന്തിരി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ വണ്ടിയുടെ അടുത്ത് പോകാൻ. ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തിട്ട് നല്ല തണുത്ത കാറ്റും നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. രാവിലത്തെ വെയിൽ കൊള്ളാനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേസ് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം ഒതുക്കി ഇട്ടിരുന്നു വണ്ടി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ രാത്രിയൊന്നും ഫുള്ള് വണ്ടി ഒതുക്കിയൊന്നും ഓഫാക്കിയിട്ടൊന്നുമില്ല. രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഒരു കുറച്ച് നേരം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നതാണ്. പിന്നെ ആടുപുളു നമുക്ക് കിട്ടി. ഇങ്ങനെ ആടുപുളു ഒഴിക്കണമായിരുന്നു. അത് ആടുപുളൊക്കെ ഒഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ പോയത്. അങ്ങനെ കേസ് നമ്മളങ്ങനെ ബാംഗ്ലൂരൊക്കെ ഏകദേശം എത്താറായിരിക്കുന്നത്. 250 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമുക്കിനി ബാംഗ്ലൂർ. നല്ല നേരെ കിടക്കുന്ന റോഡ്. ബാംഗ്ലൂരൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു തണുപ്പുണ്ട് ഇവിടെയൊക്കെ. വെയിലിനൊന്നും വലിയ ചൂടൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ബാംഗ്ലൂർ മഹാരാഷ്ട്ര ബോർഡർ കയറി ഇറങ്ങി വരുന്നത്. ഇടയ്ക്കൊക്കെ നമ്മൾ മഹാരാഷ്ട്ര ഒന്ന് ഇറങ്ങും. അങ്ങനെയാണ് ബോർഡർ. പിന്നെ ടോൾ കഴിഞ്ഞിട്ടുള്ള കടകളിൽ നിന്നാണ് നമ്മൾ വല്ലതും മേടിക്കുന്നത്. അല്ലാതെ കടയൊന്നും നമുക്ക് മെയിൻ ഹൈവേസിലൊന്നും വണ്ടി നിർത്താനുള്ള സ്ഥലമോ കടകളോ അങ്ങനെ കാണത്തൊന്നുമില്ല. നമ്മൾ ടോൾ കഴിയുമ്പോഴാണ് നമ്മൾ സാധാരണ നിർത്തി വല്ലതൊക്കെ മേടിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത് ഒക്കെ. അങ്ങനെ കേസ് നമ്മൾ ആമസോൺ ഹബ്ബ് എത്താറായിരിക്കുകയാണ്. ഏകദേശം 10 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അവിടെ എത്തി നമ്മൾ പെട്ടെന്ന് തന്നെ അവർ ലോഡ് നമുക്ക് ഇറക്കി തരും. ഇറക്കി നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ പോയി പാർക്കിങ്ങിൽ, നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിൽ പാർക്കിങ്ങിലാണ് അവിടെ കിടന്ന് വ്യൂ ആയിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ കേസ് നമുക്ക് അടുത്ത ട്രിപ്പ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ കുടിക്കുമോ നിങ്ങളും.